Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയി വരുന്ന ഒരു പ്രോബ്ലമാണ്. ഈ അടുത്ത് ഒട്ടുമിക്ക സ്മാർട്ട് ഫോണിലും വന്ന ഒരു പ്രോബ്ലമാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ തോന്നുന്നു ഗ്രീൻ ലൈൻ ഇഷ്യൂ. അതായത് നമ്മളിപ്പോൾ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈൻസ് ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ ഞാനത് ട്വിറ്ററിലൊന്ന് സെർച്ച് ചെയ്യേണ്ടായി. ഒരുപാട് പേർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ഇമേജസ് പല രീതിയിലാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രീൻ ലൈൻ ഒപ്പം തന്നെ പിങ്ക് ലൈൻ ഇഷ്യൂസും വന്നിട്ടുണ്ട്. ചിലർക്ക് പിങ്ക് ലൈനാണ് വന്നിരിക്കുന്നത്, ഗ്രീൻ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ വൈഡ് സ്പ്രെഡായിട്ട് റിപ്പോർട്ടഡ് ആണ്. അപ്പോൾ ആദ്യം ഇത് വരാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു സാംസങ് OnePlus ഡിവൈസസിൽ മാത്രമായിരുന്നു. പിന്നീട് അതിപ്പോൾ എല്ലാ ബ്രാൻഡ്സിലും വരുന്നുണ്ട്. ഓപ്പോ ഉണ്ട്, വിവോ ഉണ്ട്, ഷവോമി ഉണ്ട്, ഈവൻ ഐഫോൺ ഉണ്ട്, സാംസങ് ഉണ്ട്, റിയൽമി, എല്ലാ ബ്രാൻഡ്സിലും ഈ ഗ്രീൻ ലൈൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രോബ്ലം അല്ല, ഇത് ഒബ്വിയസ്ലി ഡിസ്പ്ലേയുടെ പ്രോബ്ലമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്താണ്, എന്തുകൊണ്ടാണ് വരുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്താണ്? അപ്പോൾ ബേസിക്കലി നമ്മൾ റെഗുലറായി സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ ഒരു ലൈൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ കളർ പൊതുവെ ഗ്രീൻ ആണ്, അതുകൊണ്ടാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് പിങ്കും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിപ്പെൻസ്, ചില ബ്രാൻഡുകൾ അത് പിങ്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് ഈ ഇഷ്യൂ വരാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇഷ്യൂസ് വരുന്ന ഫോൺ എല്ലാം തന്നെ പ്രീമിയം ഫോൺസാണ്. അതായത് ബഡ്ജറ്റ് ഫോൺസിൽ കാര്യമായി വരുന്നില്ല. അതേപോലെ തന്നെ ഇത് വരുന്നത് AMOLED ഡിസ്പ്ലേസിലുള്ള ഫോൺസിൽ മാത്രമേ ഉള്ളൂ. ഇതുവരെ LCDയിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കംപ്ലീറ്റ്ലി സെർച്ച് ചെയ്തു, ഗ്രീൻ ലൈൻ ഇഷ്യൂ LCDയിൽ വന്നിട്ടില്ല, AMOLEDൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതിനൊപ്പം തന്നെ ഇത് കൂടിയ AMOLEDലാണ്, പ്രോബ്ലി ഒരു 30,000 രൂപയ്ക്ക് മുകളിലുള്ള AMOLED ഡിസ്പ്ലേയുള്ള ഫോൺസിലാണ് വന്നിരിക്കുന്നത്. താഴത്തെ ബഡ്ജറ്റ് ഫോൺസിൽ വന്നിട്ടില്ല എന്നല്ല പറയുന്നത്, എങ്കിലും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രീമിയം ഫോൺസാണ്. ഫോർ എക്സാമ്പിൾ OnePlusൻ്റെ 9, 8, 8T, 8 Pro, അതേപോലെ സാംസങ്ങിൻ്റെ S20 സീരീസ്, S21 സീരീസ്, അതേപോലെ തന്നെ റിയൽമീൻ്റെ പല ഫോൺസിലുണ്ട്, ഓപ്പോൻ്റെ പ്രീമിയം ഫോൺസിലുണ്ട്, വിവോ X70 സീരീസിലുണ്ട്, X60 സീരീസിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടുമിക്ക AMOLED പാനൽസും പ്രീമിയം ഫോൺസിൽ വന്ന AMOLED പാനൽസിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ കണ്ട AMOLED പാനൽസിൽ ഇഷ്യൂസ് എല്ലാം തന്നെ 2020 2021 ഇറങ്ങിയ ഫോൺസാണ് കൂടുതൽ. ഒട്ടുമിക്ക നമ്മളൊരു ഇതെടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഫോൺസും, അതായത് ഒരു 90% ഫോൺസ് ഈ ഒരു കാലയളവിൽ ഇറങ്ങിയ ഫോൺസാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഇഷ്യൂ വരുന്നത് വെച്ചാൽ ഈ കാലയളവിൽ ഇറങ്ങിയ ഡിസ്പ്ലേസിൽ എന്തോ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എങ്ങനെയാണ് വരുന്നത്? ഗ്രീൻ ലൈൻ ഇഷ്യൂ കൂടുതലും നമുക്ക് ട്വിറ്ററിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് വന്നിരിക്കുന്നതെന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഹാർഡ്വെയർ ലെവൽ ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് ഇതിൽ അനലൈസ് ചെയ്യേണ്ട കാര്യം. കാരണം ഗ്രീൻ ലൈന് ഹാർഡ്വെയർ ഇഷ്യൂ ആണ്, കാരണം ഡിസ്പ്ലേൻ്റെ പാനൽ കേടായതാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എങ്ങനെയാണ് ഒരു ഹാർഡ്വെയർ ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം എല്ലാവർക്കും ഒരു സർപ്രൈസിങ് ആസ്പെക്റ്റാണ്. മിക്ക ആൾക്കാരും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഗ്രീൻ ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പോസിബിൾ ഇതെന്താ വെച്ചാൽ എക്സ്പ്ലനേഷൻ, ഇത് പോസിബിളായ ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ, കൺഫേംഡ് അല്ല. ആദ്യത്തെ കാര്യം, ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പൊതുവേ എല്ലാ ഡിവൈസസും ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഹീറ്റ് ആവണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു മേജർ അപ്ഡേറ്റ് ആണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ Android 12 Android 13 അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു മേജർ അപ്ഗ്രേഡാണ്, ചിലപ്പോൾ 1 GB അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത്. ആ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫോൺ നല്ലോണം ഹീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേൻ്റെ കണക്റ്റേഴ്സ്, അതിൻ്റെ ഒരു കേബിൾ ഉണ്ട്, ഫ്ലെക്സ് കേബിൾസ് എന്തോ പറയുന്നത്, ആ കേബിൾസ് ബേൺ ഔട്ട് ആവുന്നതാണ് ഒരു പ്രൈമറി റീസൺ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ഇത് കൺഫേംഡ് അല്ല, അതായിരിക്കാം ഒരു റീസൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഡിസ്പ്ലേ പാനലും ഫോണും ഹീറ്റ് ആവുന്നു. അത് ക്വൈറ്റ് ഓബ്വിയസ് ആണ്, നമ്മൾ ഏത് ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് ആവും. അപ്പോൾ ആ ഹീറ്റിങ്ങിലൂടെ വരുമ്പോൾ ഈ ഡിഫക്റ്റീവായ പാനൽസിൻ്റെ കേബിളിൽ കരിഞ്ഞു പോണ ഒരു സാധ്യതയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ലൈൻ വരാം. രണ്ടാമത്തെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വോൾട്ടേജിൽ എന്തോ ചേഞ്ച്
വന്നതാവാന്ന് വേറൊരു റിസർച്ച് പറയുന്നത് വെച്ചാൽ വോൾട്ടേജ് ഇഷ്യൂവിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും. പക്ഷേ ആ ഡിസ്പ്ലേ പാനൽ ആ വോൾട്ടേജ് ചേഞ്ച് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാരണം ആണ് ഇത് വീണ്ടും ബേൺ ഔട്ട് ആവുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 റീസണാണ്. അതൊരു എന്താ പറയുക അക്സെപ്റ്റബിൾ ആയ ഒരു റീസൺ കൂടിയാണ്. കാരണം നമുക്കറിയാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഇഷ്യൂ വന്നത്. അതിനൊപ്പം തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചൂടാവും എന്നുള്ളറിയാം. അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പർട്ടിക്കുലറായ ഒരു ക്ലിയർ കട്ട് മെത്തേഡൊന്നുമില്ല പ്രിവെൻറ്റ് ചെയ്യാൻ. കഴിയണതും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കൂളർ എൻവറോൺമെൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു AC മുറിയിലാണ് നിങ്ങളുണ്ടെങ്കിൽ AC മുറിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും നമുക്കൊരു ക്ലിയർ കട്ട് സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഇപ്പോൾ AC യിലിരുന്ന് ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എങ്കിലും പുറത്ത് പോയിട്ട് നിങ്ങൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഔട്ട്ഡോറിലൊക്കെ പോയി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറേ കൂടെ ചൂടുണ്ട്. കാരണം ക്ലൈമറ്റ് വാമറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഹീറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും കുറച്ചും കൂടെ കൂളറായ എൻവറോൺമെൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു പോസിബിൾ ഫിക്സ് ആണ്. ഇതൊരു 100% ഫിക്സ് ആണെന്ന് പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഫോൺ വീഴാണ്ടൊക്കെ നോക്കുക. അതായത് നമ്മൾ ഡാമേജസ് ഫോൺ ബാക്ക് പോക്കറ്റിലിടുക, ബെൻഡ് ആവാനുള്ള ചാൻസ്, അങ്ങനത്തെയൊക്കെ കാര്യമായ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഇത്. അപ്പോൾ അത് നമുക്ക് 100% ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. പക്ഷേ എങ്കിലും നമുക്ക് എന്താ പറയുക ചില കാര്യങ്ങൾ അത് ഡാമേജസ് താഴെ വീണത് ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. അതായത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തണുപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ക്ലൈമറ്റ് കുറച്ചും കൂടെ നല്ലതായത് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ കുറച്ചും കൂടെ താഴ്ന്നതിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്ര ഹീറ്റിംഗ് വരില്ല എന്നുള്ളതാണ് ഒരു. ഇനി ഇത് വന്ന ഡിവൈസസ് എന്ന് വെച്ചാൽ അത് തിരിച്ചു പോവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. അതായത് ഡിസ്പ്ലേയിൽ നമ്മൾ എന്ത് ചെയ്താലും റീസെറ്റ് ചെയ്താലും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡൗൺഗ്രേഡ് ചെയ്താലും ഒന്നും തന്നെ പോവില്ല. കാരണം അതൊരു ഹാർഡ്വെയർ ലെവൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു ഇതേ ഉള്ളൂ, അത് ഡിസ്പ്ലേ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഫിക്സ് ചെയ്യാന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബ്രാൻഡ്സും അതായത് 2020 2021 ഇറങ്ങിയ ഒരുപാട് ഫോൺസിൻ്റെ പ്രീമിയം ഫോൺസിൻ്റെ ബ്രാൻഡ്സ് ഫോർ എക്സാമ്പിൾ OnePlus, സാംസങ്, വിവോ, ഓപ്പോ ഇങ്ങനത്തെ ഒരുപാട് ബ്രാൻഡ്സ് ഇതിനുള്ള സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ എഫക്റ്റഡ് ഫോൺസ് ആണെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയാൽ മതി, അവർ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ഫിക്സ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇതൊരു വൈഡ് സ്പ്രെഡ് ഇഷ്യൂ ആണ്. എങ്കിലും ഇതൊരു വലിയ ശതമാനം ആൾക്കാരിൽ നിന്ന് എഫക്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ചെറിയ ശതമാനം ആൾക്കാരെ എഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് ബാക്കിയുള്ളവർക്കും വരാം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതേ സെയിം ലോട്ടിലുള്ള ഡിസ്പ്ലേ പാനലാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിലും വരാം. അപ്പോൾ അതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ സർവീസ് സെൻറ്റർ കൊണ്ടുപോകാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ സർവീസ് സെൻറ്റർ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇഷ്യൂ പറയുക, ഇതിപ്പോൾ വൈഡ് സ്പ്രെഡ് ഇഷ്യൂ ആണെന്നുള്ളത് നിങ്ങൾ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മിക്കവാറും സർവീസ് സെൻറ്ററുകാർക്ക് അതറിയാം. കാരണം അവർ ഡീൽ ചെയ്യുന്ന ഫോൺസും എല്ലാം തന്നെ അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് വിവോ X60 പ്രോയിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന് വാറണ്ടി കഴിഞ്ഞതാണെങ്കിൽ വിവോൻ്റെ സർവീസ് സെൻറ്റർ അത് ഫ്രീ ആയി ഫിക്സ് ചെയ്യേണ്ടായി. പക്ഷേ ചില ഫോണിൽ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഫിക്സ് ചെയ്യാൻ ചിലപ്പോൾ മടി കാണിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ഫോൺ നിലത്ത് വീണിട്ടുണ്ടോ അല്ലെങ്കിൽ ബെൻഡ് ആയിട്ടുണ്ടോ വലിയ സ്ക്രാച്ചസ് ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതെല്ലാം ഈ എന്താ പറയുക ഗ്രീൻ ലൈൻ ഇഷ്യൂ അത് അങ്ങനെയും വരാം. അതായത് ഫോണിൻ്റെ ഡാമേജ് കൂടി കണക്കിലെടുത്ത് വേണം അവർ റിപ്പയർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് ഫോണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കഴിയുന്നത് അങ്ങനത്തെ ആ ബാച്ചിലുള്ള ഫോണാണെങ്കിൽ കഴിയുന്നതും ഡാമേജ് ഒന്നും വരാതെ നോക്കുക. ഇൻ കേസ് വരികയാണെങ്കിൽ തന്നെ അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡാമേജ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഓൾറെഡി ഡാമേജ് ആയവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്. അപ്പോൾ ഈവൻ സാംസങ് ഇപ്പോൾ ആക്ച്വലി നമ്മളൊരു ട്വിറ്ററിൽ കണ്ടിരുന്നു, സാംസങ് അവരുടെ സർവീസ് സെൻറ്ററിന് പുതിയൊരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ലൈൻ ഇഷ്യൂ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കസ്റ്റമർ എങ്ങനെ ഇതാക്കണം എന്നൊക്കെ ഉള്ളത് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക ബ്രാൻഡ്സും ഫ്രീ ആയിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ ഇൻഫാക്റ്റ് വാറണ്ടി കഴിഞ്ഞ ഫോണാണെങ്കിൽ പോലും ഇത് എന്താ പറയുക ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഇത് വരാണ്ടിരിക്കാൻ നോക്കാമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. കാരണം നമ്മൾ എന്താണെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്ഡേറ്റ് ചെയ്യാണ്ടിരുന്നിട്ടും കാര്യമില്ല. കാരണം ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറും ഫിക്സസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ്സിൽ വരും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാണ്ടേ ഇരിക്കണതിൽ കാര്യമില്ല. അത് ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇഷ്യൂ വരാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ ചെയ്താൽ പോലും ചിലപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാം. അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഇഷ്യൂ വരികയാണെങ്കിൽ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ പോലും ബ്രാൻഡിൻ്റെ സർവീസ് സെൻറ്റർ കോൺടാക്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. സർവീസ് സെൻറ്ററിൽ പോയിട്ട് കാര്യം പറയുക. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി അവർ തന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും, അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറ്റി തരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ ഒട്ടുമിക്ക ബ്രാൻഡ്സും അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. അപ്പോൾ ചിലവർക്കത് പിങ്ക് ലൈനാണ് വരുന്നത്. ഇപ്പോൾ ഇത് എഫക്റ്റ് ചെയ്ത ബ്രാൻഡ്സ് ഒട്ടുമിക്ക ബ്രാൻഡ്സ് ഉണ്ട്. OnePlus ഉണ്ട്, സാംസങ് ഉണ്ട്, റിയൽമി ഉണ്ട്, ഓപ്പോ ഉണ്ട്,
എന്താ പറയുക വിവോ ഉണ്ട്, ഈവൻ ഐഫോൺ 10 യൂസേഴ്സിന് വരെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വൈഡ് സ്പ്രെഡ് ഇഷ്യൂ ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഇത് സർവീസ് സെൻറ്റർ പോകുക എന്നുള്ളതാണ്. അപ്പോൾ കഴിയണതും പിന്നെ വേറൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത്ര ഒരു ഫീസിബിൾ സൊല്യൂഷൻ അല്ല. ഈ ഒരു 2 വർഷം എന്താ പറയുക 2020 2021 ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കഴിയണത് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു ഫോൺ മേടിക്കുക. അത് ഞാൻ പറയാം, അത് എല്ലാവർക്കും ഫീസിബിൾ ആയൊരു സൊല്യൂഷൻ അല്ല കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഫീസിബിൾ ആയിരിക്കില്ല. കാരണം ചിലർ പ്രീമിയം ഫോൺസൊക്കെ അവരുടെ ഒരു വലിയ സേവിങ്സോടുകൂടി മേടിച്ചതായിരിക്കും. അപ്പോൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിളായ കാര്യമില്ല. പക്ഷേ എങ്കിൽ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ പുതിയൊരു ഫോൺ വരുമ്പോൾ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യായിരിക്കും നല്ലത്. കാരണം ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ വാറണ്ടിയും കിട്ടിയില്ലെങ്കിൽ സർവീസ് സെൻറ്റർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ല എന്നുള്ളതാണ് വേറൊരു ആസ്പെക്റ്റ്. അപ്പം പുതിയ ഫോൺസിലൊന്നുമില്ല, 2022 2023 ഇറങ്ങിയ ഫോൺസിലൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ, അത് സർവീസ് സെൻറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സർവീസ് സെൻറ്റർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്കും കൂടെ ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഗുഡ് ഓർ ബാഡ് ആയിരുന്നോ എന്നുള്ളത്, ഏത് ബ്രാൻഡാണെന്നും കൂടി കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.